ചികിത്സിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോകളിൽ ചെയ്തത്. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്. രേണുസുതി ക്യാൻസറായി എന്ന് ഉറപ്പായതിനു ശേഷമാണ് ചികിത്സിക്കാൻ വേണ്ടി പൈസ കണ്ടെത്താനാണ് ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ വീഡിയോകൾ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഓരോ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ കേട്ട് അങ്ങനെയുള്ള ഇതൊക്കെ അവർ ചെയ്തതല്ല. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഞാനും ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ ഈ രോഗം ഇതായി കഴിഞ്ഞാൽ ഒരുപാട് പൈസകൾ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തത് എന്നും രേണുസുതി പറയുന്നുണ്ട്. പിന്നെ ഇളയ മോനെ ഓർത്ത് സങ്കടമുണ്ട്, അവൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ഇത് ചെയ്ത് പറ്റത്തില്ല എന്നൊക്കെ പുള്ളിക്കാരി ഭയങ്കര സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ 3ാം സ്റ്റേജായി, അതിനുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കണ്ടെത്തണം. ആ പൈസയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തത് എന്നും അവർ പറയുന്നുണ്ട്. ഇനി ഈ ഒരു വീഡിയോയോടുകൂടി ഞാൻ രേണുസുതിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു, അത് നിങ്ങൾക്ക് ഞാൻ പ്രോമിസ് തരുവാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പരിധിയുണ്ട് ഒരു മനുഷ്യനെ ഇത് ചെയ്യും. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അല്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ പ്രവർത്തിക്കാതെ ഒന്നും ഞാൻ വേറെ രീതിയിലൊന്നും വീഡിയോ ഇട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു അസുഖം എന്താണ് അതിൻ്റെ കാഠിന്യമെന്ന്, നമ്മൾ നേഴ്സാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഈ ഒരു സിറ്റുവേഷൻ ഇത് എങ്ങനെ അവർ എത്തും, അല്ല ഇതൊക്കെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി രേണുസുതിയെക്കുറിച്ച് ഒന്നും പറയത്തില്ല. പല ആളുകളും എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ ഇനി നിർത്തും നിങ്ങൾ രേണുസുതിയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ നമ്മളവർ പറയുന്ന കാര്യങ്ങളും ബാക്കിയുള്ള ഇത് കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത് കേട്ടോ. ഈ ഒരു രോഗത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇതായി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടും. എന്തായാലും നമുക്ക് രേണുസുതിക്ക് എന്തായാലും ഇതൊരു മനുഷ്യ സ്ത്രീയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് ആരാണേലും, എത്ര ശത്രുക്കളാണേലും, എത്ര മിത്രങ്ങളാണേലും നമുക്ക് ഈ ഒരു അസുഖത്തിൻ്റെ കാഠിന്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കത് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ ആരാധിക്കുന്ന ഏത് ദൈവമാണോ ആ ദൈവത്തോട് നമുക്ക് ഒരു ജീവൻ രക്ഷിക്കുക, അല്ല ഒരു ജീവന് വേണ്ടി നമ്മൾ ദൈവത്തോട് യാചിക്കുക എന്ന് പുണ്യമായ കാര്യമാണ്. ഇതിൻ്റെ പേരിൽ പല ആളുകളും എന്നെ ചിലപ്പോൾ ചീത്ത വിളിച്ചേക്കാം, പ്രാർത്ഥിക്കുക, നീ വേണം പ്രാർത്ഥിച്ചോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു മനസാക്ഷി എന്നത്, നമ്മളെല്ലാം മനുഷ്യരാണ്, ഒരു ജീവനാണ്. രേണുസുതി എന്തോ ആയിക്കോട്ടെ, ഒരു ജീവനാണ്. ആ ജീവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് ഒരു പുണ്യപ്രവർത്തിയാണ്. ഇതിൻ്റെ പേരിൽ ആരും നരകത്തിലൊന്നും പോകത്തില്ല, സ്വർഗത്തിലേ പോകില്ല. ഇനി അതോർത്ത് ആളുകൾ അങ്ങനെ പറയരുത്. പക്ഷേ എന്താ കേട്ടിട്ടെന്തോ പോലെ. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത്. താങ്ക് യു. ബൈ.